Hello guys, hi guys, and how are you? It's me, Vlogger Kittu here with a new video after 181 ദിവസവും 17 മണിക്കൂറും. അതായത് അവസാനം വ്ലോഗ് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 181 ദിവസവും 17 മണിക്കൂറുമായി ഞാൻ ഒരു വ്ലോഗ് ചെയ്തിട്ട്. അപ്പം അതിൻ്റേതായ പോരായ്മകൾ എന്തായാലും ഈ വ്ലോഗിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടിരുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുകയാണെങ്കിൽ ഞാൻ ഇനി മുതലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് വ്ളോഗിലോട്ട് പോവാം. സംഭവം ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പം സാധാരണ എല്ലാ സിനിമകൾ കണ്ടിട്ടും OTT റിലീസായാലും എങ്ങനെയായാലും ഞാൻ ഓരോന്നിങ്ങനെ ഇരുന്ന് റിവ്യൂ പറയുകയാണ് ചെയ്യുന്നത്. ആ ബോർ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത്. ഉള്ള കാര്യം പറയട്ടോ, ബോർ പരിപാടിയാണ് സാധനം. പിന്നെ അങ്ങനെ പറയാൻ എനിക്കുള്ള കഴിവില്ല. അങ്ങനെയുള്ള കഴിവ് എനിക്കില്ല. പക്ഷെ ഇറങ്ങി പറയാനാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അറിയാം. അപ്പം ഞാൻ ഇനി തൊട്ട് എല്ലാ വ്ളോഗും അങ്ങനെ എല്ലാ മൂവി റിവ്യൂ ഉൾപ്പെടെ ഞാൻ ഒരു വ്ളോഗായിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പം പായസം കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്താണ് പ്രത്യേകത എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തോ പ്രത്യേകത കാണും. അതേ ബാക്കി വന്ന വെർമസലിട്ട് പായസം വെച്ചാണെന്നൊന്നും എനിക്കറിയത്തില്ല സംഭവം. അപ്പം ഇന്നത്തെ മെയിൻ കണ്ടന്റ് ആടുജീവിതം. അതായത് ഞാൻ വായിക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു പുസ്തകമായിരുന്നു ആടുജീവിതം എന്ന് പറയുന്ന. ആടുജീവിതം അവസാനം സിനിമയായി. അതും വർഷങ്ങൾക്ക് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അതൊരു സിനിമയായി മാറിയത്. അതുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങൾ എന്തായാലും പറഞ്ഞ് പങ്കുവെച്ചാലേ പറ്റൂ. അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ മൊത്തം ആടുജീവിതവും പിന്നെ എൻ്റെ കൂടെ ഞാൻ ഫാമിലി സെറ്റപ്പിലാണ് പോകുന്നത്. ഫാമിലി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു വ്ളോഗ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എനിവേ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്. 4 പേരായിട്ടാണ് പോണത്. ഇന്നലെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് എടുത്ത തീരുമാനമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് 2:30ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. പോകാൻ പോകണം. അപ്പം നമുക്ക് ഇനി ആടുജീവിതത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, അതുവരേക്കും. അതിനു മുമ്പേ അകത്ത് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഗോഡ്സില്ലയുടെ അച്ഛനും ചേട്ടനും അമ്മയും കൂടെ കാണുവാണ് TV-യിൽ. അതുകൊണ്ടാണ് ഈ അകത്തുനിന്ന് ശബ്ദങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, ദയവ് ഇത് കോപ്പിറൈറ്റ് തരല്ലേ എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം ഗായ്സ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചേട്ടനും ഞാനും ചേട്ടൻ്റെ ബൈക്കിൽ, അച്ഛനും അമ്മയും അച്ഛൻ്റെ ബൈക്കിൽ നമ്മളിങ്ങനെ പോകുന്നത്. കാറില്ല, കാരണം കാറ് നമ്മൾ ജസ്റ്റ് ചെറിയൊരു പാച്ച് വർക്കിന് വേണ്ടി കൊടുത്തേക്കുവാണ്. എൻ്റെ ഒരു കയ്യബദ്ധം തന്നെയാണ് ആ പാച്ച് വർക്ക്. എൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ട് തന്നെയാണ് ആ കാറിന് അങ്ങനെ വന്നത്. ചെറിയൊരു സ്ക്രാച്ച് പോലുള്ള കാര്യം അത് മാറ്റാനായിട്ട് കൊടുത്തേക്കുക. അങ്ങനെ നിലവിൽ നമ്മളിപ്പം തിയേറ്ററിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആടുജീവിതം പോലൊരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ ആൾക്കാരെല്ലാം കാണാൻ വരുന്ന ഒരു സിനിമയാണ്. എല്ലാ ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ നല്ല ആളുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. പിന്നെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിൻ്റെ അന്ന് തന്നെ നല്ല ആൾക്കാരുണ്ട്. എല്ലാ ഷോസും ഫുള്ളാണെന്നായിരുന്നു ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID എന്തായാലും താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. കാരണം ഞാൻ ഇനി കൂടുതലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരിക്കും, സ്റ്റോറി ആയിട്ടും എല്ലാം. കാരണം ഇനി വ്ളോഗ് കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു താല്പര്യവും എൻ്റെ ഒരു ഇതും. ഓക്കെ, മനസ്സിലായല്ലോ എൻ്റെ ഭാഷ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ ഏകദേശം തിയേറ്ററിൽ എത്താറായി. അച്ഛനും അമ്മയാണ് മുമ്പേ പോകുന്നത്. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം നമ്മൾ ഈ ഏത് സിനിമ ആയാലും നമ്മളതിൻ്റെ സ്പോയിലേഴ്സോ അതിനെക്കുറിച്ചുള്ള റിവ്യൂ എല്ലാം കണ്ടിട്ട് പോകരുത് എന്ന് ഞാൻ പറയും. അതായത് ഇപ്പം ചില സിനിമയൊക്കെ നമ്മൾ ഭയങ്കര ഹൈപ്പിൽ കയറ്റി വയ്ക്കും. ഭയങ്കര ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഓവർ ഹൈപ്പിൽ കയറ്റി വയ്ക്കും. എന്നിട്ട് ചെന്ന് കാണുമ്പം എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾ അവിടെ കാണും എന്ന് നമുക്ക് മനസ്സിലൊരു വിചാരം കാണും. ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പോകും. ഒരുപക്ഷെ അതില്ലായിരിക്കും. അപ്പം നമുക്ക് പൊതുവേ ആ മൂവി കൊള്ളത്തില്ല എന്ന് തന്നെ തോന്നും. കാരണം നമ്മൾ ആദ്യമേ കൊടുക്കുന്ന ആ ഓവർ ഹൈപ്പാണ്. ആ ഓവർ ഹൈപ്പ് ഒഴിവാക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം തിയേറ്റർ എത്താറായി. പിന്നെ ഈ ക്യാമറ ക്വാളിറ്റി ചെറിയ ഇതുണ്ട്, എനിക്കതൊന്ന് ചെക്ക് ചെയ്യണം. എൻ്റെ ഫോണിൻ്റെ ക്യാമറയാണ്, അല്ലാതെ നമ്മൾ DSLR-ലൊന്നും അല്ല എടുത്തിരിക്കുന്നത്. ഇതാണ് തിയേറ്ററിലെ ഫസ്റ്റ് ലുക്ക് ആടുജീവിതത്തിൻ്റെ പോസ്റ്ററിൻ്റെ ഫസ്റ്റ് ലുക്ക്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് തിരിച്ച് കയറി പോവുകയാണ്. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു. ഇപ്പോൾ തന്നെ നിറഞ്ഞായിരിക്കാം. പടം ഫസ്റ്റ് ഹാഫും ഒരു രക്ഷയില്ല. ലാഗുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ
സംഭവം നമ്മൾ മനസ്സിലാക്കി കാണുവാണെങ്കിൽ നമുക്ക് ലാഗ് അടിക്കത്തില്ല. സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്ന് ചില സീൻസൊക്കെ കണ്ടപ്പം നല്ല രീതിക്ക്. കാരണം എന്തെന്നറിയത്തില്ല, നമുക്ക് ചില സീൻസൊക്കെ കാണുമ്പം ഓട്ടോമാറ്റിക്കലി കരച്ചിൽ വരും. ദാണ്ട് സൈഡിൽ അമ്മ ഇരിപ്പുണ്ട്, കണ്ടല്ലോ. സിനിമയൊക്കെ കണ്ട് നല്ല അടിച്ചു പൊളിച്ച് ഇറങ്ങി. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന വണ്ടികൾ ഇല്ലേ, ആ ബസ് ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും നമ്മുടെ ഈ ഓട്ടോയിൻ്റെ അകത്തുള്ള എല്ലാവരും, ആ മാമനൊഴിച്ച്, ഓട്ടോ ഡ്രൈവർ ഒഴിച്ച് എല്ലാവരും ഈ ആടുജീവിതം കാണാനായിട്ട് വന്നവരാണ്. ഇവരെല്ലാവരും, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഇവരെല്ലാവരും ആ തിയേറ്ററിൻ്റെ അകത്തുണ്ടായിരുന്നു. വായി നോക്കിയതല്ല, എന്നാലും സംഭവം അവിടെ നിന്നെല്ലാം എടുത്ത വണ്ടികളാണ്. ഒരു ഉളുപ്പില്ലാത്തവൻ കൊച്ചുള്ളൂടെ നിന്ന് കളിക്കുന്ന എവിടെ രണ്ടെണ്ണം താണ്ടേ, ഒരെണ്ണം താണ്ടേ, മറ്റേ പരീക്ഷ തീർന്നെന്നും പറഞ്ഞ് കളിക്കുക. ആ കൊച്ചുള്ളൂടെ അടി ഉണ്ടാക്കും, നാണം ഉണ്ടാകുന്നേക്ക്. അടുത്തത് ദൈവമേ, ഇതിന്നും വലിയ തോൽവികളൊക്കെ എൻ്റെ പൊന്നോ. ആടെ അടിയായി എന്തോന്നാട്, എന്താ വയ്യാടാ എനക്ക്. കാശി മക്കളെ നീ വിഷമിക്കണ്ട, കിട്ടും. ഒരെണ്ണമെങ്കിലും കിട്ടൂടാ കാശി. ഇതാ പിന്നെയും പോയി. ആഹാ പുള്ളയുടെ ഇവന്റെ കാര്യക്കട ബോൾ എടുക്കാൻ പോലും പോകൂല, അടിച്ചു കളഞ്ഞിട്ട്. ഉളുപ്പുണ്ടോ എനക്ക്? ആ പോസ്റ്റ് ആരടാ നിക്കുന്ന? ആണ്ടേ ഗോൾ അടിക്കുന്ന അവൻ പോസ്റ്റിൽ പോയി നിൽക്കുന്നതോ അവൻ. ഹെൽമെറ്റ് വെച്ച് നിന്ന് നന്നായി, അല്ലെങ്കിൽ അവന്മാരൊക്കെ എന്നെ മണ്ടൊക്കെ അടിച്ചില്ലേ. എന്താ വയ്യടാ എനക്ക്? 1 2 ആ ഓ അതിഭയങ്കരമായി കാശിയെ വെട്ടിച്ചിരിക്കുകയാണ്. കാശി ചമ്മി 1. ഗോളി വിഷയം കേട്ടാ. ആ അയ്യേ കണ്ടാ, അയ്യോ കൂട്ടത്തല്ല അവിടെ. ഓക്കെ ഗായ്സ്, പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ പറയാലോ, ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു രക്ഷയില്ലാത്ത ഒരു സിനിമയാണ്. ഒരു അവാർഡ് പടം എങ്ങനെ എടുക്കേണ്ടിയിരിക്കുന്നു അതുപോലെ എടുത്തേക്കാണ്. അതിൽ എൻ്റയർ ക്രൂ ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചേക്കുവാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ട്വിസ്റ്റൊക്കെ കയറി വരുന്നുണ്ട്. സത്യത്തിൽ ആടുജീവിതം എന്ന് പറയുന്ന ബുക്ക് മാത്രമേ നിങ്ങൾക്കിപ്പം പരിചിതമായി ഉള്ളൂ. പക്ഷേ സത്യത്തിൽ അതിൽ എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള അവർ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിൾസും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം അത് കാണുമ്പം ചില സീൻസൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അതായത് ഭയങ്കര ഹൃദയസ്പർശിയായ ഒരു സിനിമ. പൃഥ്വിരാജ് പറഞ്ഞ ശരിയാണ്. ഇനി മലയാളം സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഞാൻ പോഡ്കാസ്റ്റിലും ഇടയ്ക്ക് പറഞ്ഞു, ഞാനല്ല ചേട്ടൻ പറഞ്ഞതാ. നമ്മൾ മൂവിയെക്കുറിച്ച് ഇട്ടപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മലയാളം സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. കാരണം അതിപ്പം അവരുടെ അഭിനയശൈലി ആയാലും ഇറങ്ങുന്ന പടം എല്ലാം മിനിമം 50 കോടി, മിനിമം 75 കോടി. പണ്ടൊക്കെ ആണെങ്കിൽ 50 കോടിയായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലുത്. ഇപ്പോൾ ഓരോ പടം 175 കോടി, 200 കോടി, 250 കോടി ഇങ്ങനെ കയറി പോവുക. ഇപ്പം മിനിമമായി ആ 50 കോടി എന്ന് പറഞ്ഞുള്ളൊരിത്. സത്യത്തിൽ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണ് കേട്ടോ. ഒരുപക്ഷെ ഈ പടത്തിന് അവാർഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ഏത് പടത്തിന് അവാർഡ് കൊടുക്കാനെന്നേ എനിക്ക് ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിന്ന് പറയാൻ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാൻ ഇനി മുതലെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ ഗൈസ്, ടുഡേ ഐ എം സൈനിങ് ഓഫ്. വ്ലോഗർ കിത്തു ആൻഡ് പീപ്പിൾ കോൾ മീ VK ഗൈസ്.